ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്പൈ ഹോം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗുമായിട്ടാണ്. ഹോം ടൂറാണെന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വീട് വന്നിരിക്കുന്നത് കങ്ങരപ്പടിയിലാണ്. അതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ വീട്. ഓക്കെ, ഷീറ്റിട്ട വീടാണ്. അകത്ത് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെ നമ്മൾക്ക് തുണിയൊക്കെ ഉണങ്ങാനൊക്കെ ഇടാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹോളാണ്. ഹോളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോളാണ് കേട്ടോ. അപ്പോൾ ഈ ഹാളിലുള്ള വിൻഡോ ഇല്ലേ, ആ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാവേ. നല്ല മരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റുകളുണ്ട്. രാത്രി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു ഹോളാണ് കേട്ടോ. വാവയ്ക്ക് നന്നായിട്ട് ഓടിക്കളിക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ വാവയ്ക്ക് ടോയ്സ് ഇട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് വാവ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ബെഡ്റൂമിലോട്ടാണ്. ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 2 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ, ഒരു കോമൺ ബാത്റൂം. അതാണ് നമ്മളുടെ വീട്ടിലുള്ളത്. ഓക്കെ, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇത് നെക്സ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് റൂം ആക്കിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റൂമാക്കിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ വാവക്കുട്ടി വന്ന് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കും, കളിക്കും. അങ്ങനെ കുറച്ച് നേരം കഴുത്തിലൊക്കെ പിടിച്ചോണ്ടിരിക്കും ആൾ. അങ്ങനെ നമ്മൾ പോകുന്നത് ഇനി ബാത്റൂമിലോട്ടാണ്. ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ വീട്. അപ്പോൾ അത് ഷീറ്റിട്ട വീട്, സെക്കൻഡ് ഫ്ലോറിൽ ഷീറ്റിട്ട വീടാണ്. നന്നായി പേടിച്ചിട്ടായിരുന്നു വന്നത് കേട്ടോ, നല്ല ചൂടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ചൂട് വളരെ കുറവാണ്. അതുപോലെ തന്നെ കൊതുകുമില്ല. എറണാകുളത്ത് ചൂടുമില്ല കൊതുകും ഇല്ലാത്ത വീട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചൺ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ. അതിങ്ങനെ താഴോട്ടാണ് കിച്ചൺ പണിതിരിക്കുന്നത്. അപ്പോൾ അതിന് സ്റ്റെപ്പൊക്കെ ഉണ്ട്. കിച്ചണും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ. ഇവിടെയും വാവേനെ കൊണ്ടിരുത്തി കളിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ സ്റ്റെയർ കേസ് ഭയങ്കര ഡേഞ്ചറാണ്. എപ്പോഴും നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് തന്നെ ഇടണം, അല്ലാന്ന് വെച്ചാൽ പണിയാണ് കേട്ടോ. പക്ഷേ അടിപൊളി വീടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നമ്മളുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒത്തിരി ലിമിറ്റേഷൻസിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റിയിട്ട് ഞാൻ മാക്സിമം നല്ല രീതിയിൽ ഇടാനായിട്ട് നോക്കുന്നതായിരിക്കും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ അടുത്ത വീട് തന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് കടന്ന് പോയത്. അപ്പോൾ ഈ വീടെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ആശ എന്നാണ് പേര്. ആളില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മുൻപിൽ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കാനുണ്ടാവില്ല. കാരണം അത്രയധികം ആളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ നന്നായിട്ട് മുന്നിന്നും പിന്നിന്നും ഒക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും. അപ്പോൾ ആൾക്ക് ഒരു ബെനിഫിറ്റും എന്നെക്കൊണ്ടില്ല. എന്നിട്ട് പോലും എന്നെ ഒരുപാട് എൻ്റെ ഞങ്ങൾ വലിയൊരു ഫ്ലോപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കൂടെ തന്നെ നിന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആശയോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. താങ്ക്സ് പറഞ്ഞാൽ അത് ചെറുതായി പോവും. അപ്പോൾ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു തവണ കൂടി ഞാൻ താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഞാനിങ്ങനെ ചെറിയ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയ ഫണ്ണായിട്ടുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.